വയനാട് കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്ത എൻ.എം. വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പത്മജ വിനായക ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ഈ പത്മജ ഉന്നയിച്ചിരുന്നു. KPCC നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്നും ഏകദേശം 2.5 കോടി രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ ഈ കുടുംബത്തിനുള്ളത് എന്നതടക്കമായിരുന്നു പത്മജ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒപ്പം കൈരളി ന്യൂസ് ആൻഡ് വ്യൂസിലും പങ്കുവച്ചത്. ഇതിനുശേഷമാണ് ഈ ആത്മഹത്യാ ശ്രമം എന്നാണ് മനസ്സിലാക്കുന്നത്. പത്മജയുടെ ആ ആത്മഹത്യാ കുറിപ്പിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോഷില കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷില, ആ 2 വരിയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. കൊലയാളി കോൺഗ്രസെ നിനക്കിത ഒരു ഇര കൂടിയെന്നാണ് പത്മജ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആര്യ, പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. കയ്യിലെ ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിനായക ഹോസ്പിറ്റലിൽ, ബത്തേരിയിലെ വിനായക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. സാമ്പത്തിക പ്രയാസം തന്നെയാണ് ഈ രീതിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അല്പസമയം മുൻപ് പത്മജയുടെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒരു വട്ടം ഞരമ്പ് മുറിച്ച് അതായത് വീണ്ടും ഞരമ്പ് മുറിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടത് എന്നാണ് അവൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് കൃത്യമായ ഒരു ആത്മഹത്യാ കുറിപ്പ്, കോൺഗ്രസ് പാർട്ടി തന്നെയാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പ്രധാന കാരണം എന്ന് കാണിക്കുന്ന ആത്മഹത്യാ കുറിപ്പ്, കോൺഗ്രസ് നിനക്കൊരു ഇര കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മജ എന്ന ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് പത്മജ അത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബത്തേരിയിലെ വിനായക ഹോസ്പിറ്റലിൽ പത്മജയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഡോക്ടർമാരുടെ റിപ്പോർട്ട് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോഷില, കഴിഞ്ഞ ദിവസം പത്മജ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ ഒരു ചോദ്യം ഉന്നയിച്ചു വെച്ചിരുന്നു. ഞങ്ങളുടെ മരണശേഷം മാത്രമേ കോൺഗ്രസ് ഇതിൽ നടപടിയെടുക്കൂവെങ്കിൽ അതിനും തയ്യാറാണ് എന്നുള്ള നിലയിലായിരുന്നു പത്മജ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഗുരുതര ആരോപണമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉന്നയിച്ചത്. ഈ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്ത ഒരു സമീപനം കൂടിയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൂടി ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് ഇന്നുണ്ടായ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ പോലും വളരെ രൂക്ഷമായ, അതായത് ഈ ഫാമിലിയെ, ഈ കുടുംബത്തെ, എൻ.എം. വിജയന്റെ കുടുംബത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് VD സതീശന്റെ ഭാഗത്തു നിന്നായാലും ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടായത്. അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം ഉണ്ടായത്. മാത്രമല്ല VD സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും എന്ന് മാത്രമാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് എൻ.എം. വിജയൻ ആത്മഹത്യ ചെയ്തത്. അതും മകന് വിഷം കൊടുത്ത് കൊന്നുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ഇനി ഒരു തരത്തിലും ജീവിക്കാനാവില്ല, 2.5 കോടിയോളം രൂപയുടെ കടബാധ്യത പാർട്ടി വരുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു എൻ.എം. വിജയൻ അന്ന് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചത്. ഇതുപോലും അന്വേഷിക്കാതെ, ഒരു വർഷമായി ഇക്കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ, KPCC പ്രസിഡന്റ് പോലും മാറി വന്നു, എന്നിട്ട് പോലും ഒരു കാര്യവും അന്വേഷിക്കാതെ ഈ കുടുംബത്തെ സഹായിക്കുമെന്നും ഈ കുടുംബത്തെ ഏറ്റെടുക്കുമെന്നും കടബാധ്യതകളെല്ലാം തീർക്കുമെന്നും പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതൃത്വം പോലും കൈവിടുന്ന രീതിയിലേക്ക്, ആ കുടുംബത്തെ കൈവിടുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ പോയത്. ആ സമയത്ത് പോലും, ഈ ഒരു സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തത്. ആ സമയത്ത് പോലും ഒരു അനുഭാവപൂർണമായ മറുപടി നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം, ഇന്ന് രാവിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും ഇന്നലെ ന്യൂസ് ആൻഡ് വ്യൂസിൽ വന്ന് പത്മജ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും തങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി സഹായിച്ചേ തീരൂ, മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ വന്ന് ഇക്കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നത്, കടബാധ്യതയിലാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ VD സതീശനും ഉണ്ണിത്താനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് ഞങ്ങൾ അന്വേഷിക്കും എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല കൊടുക്കാനുള്ളത് കൊടുത്തു എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. എന്നാൽ ഈ കുടുംബത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ അടക്കം പത്മജ പറഞ്ഞത്. ഞാനിങ്ങനെ വന്ന് നിന്ന് പറയേണ്ടി വരുന്നത് അപമാനം, ആ പറയുന്ന കാര്യത്തിൽ പോലും എനിക്ക് അപമാനമുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. അച്ഛൻ കോൺഗ്രസിന് വേണ്ടി ജീവിതകാലം മുഴുവൻ
കോൺഗ്രസിന് വേണ്ടി ജീവിച്ച ഒരാളാണ്. എന്നിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പത്മജയാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ കോൺഗ്രസ് നേതാക്കൾ ആ കുടുംബത്തെ അവഗണിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസ് നിനക്കൊരു ഇര കൂടി എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. സാമ്പത്തിക പ്രയാസം തന്നെയാണ് പത്മജയെ ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത് അല്പസമയം മുൻപ് മകൻ ഞങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു.